സി എസ് കെ അങ്ങനെ രണ്ടാമത്തെ മത്സരത്തിലും പഞ്ചാബുമായിട്ടുള്ള രണ്ടാമത്തെ മത്സരത്തിലും പരാജയപ്പെട്ടു. ഈ തുടക്കമുള്ള ഈ ഒരു തോൽവികൾ, അടുപ്പിച്ചടുപ്പിച്ചുള്ള ഈ തോൽവികൾ ഈ പറയുന്ന പോലെ മുന്നോട്ടുള്ളവരുടെ പോക്കിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. കാരണം അവസാനത്തിലോട്ട് ഒക്കെ വരുമ്പോഴത്തേനും 7 മത്സരങ്ങളിൽ 7 ജയിക്കുക, 6 മത്സരങ്ങളിൽ 6 ജയിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഭയങ്കര എക്സ്ട്രാ പ്രഷർ ആയിരിക്കും ഓരോ പ്ലെയറിനും ഉള്ളത്. അപ്പം അവിടെ എവിടെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൈവിട്ടു പോകാം. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് പോകാതെ, കാരണം കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം സി എസ് കെ ഏറ്റവും അവസാനത്താണ് കിടന്നത്. പക്ഷെ അവർക്ക് ഈ സീസണിലെങ്കിലും തിരിച്ചു വരേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആദ്യ മത്സരങ്ങൾ തന്നെ തുടരെയുള്ള തോൽവികൾ ഒഴിവാക്കി അടുത്ത മത്സരത്തിൽ എന്തു വില കൊടുത്തും സി എസ് കെക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പം അടുത്ത മത്സരം RCB ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ശരിക്കും ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്, RCBയുടെ ഹോം ഗ്രൗണ്ടിലാണ്. അതും സി എസ് കെക്ക് ഒരു തിരിച്ചടി തന്നെയാണ്. അടുത്ത മത്സരം കൂടെ തോറ്റു കഴിഞ്ഞാൽ സി എസ് കെക്ക് തിരിച്ച് കയറി വരുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ പാടാണ്. കാരണം അതുപോലെ ടീമുകളൊക്കെ അതുപോലെയുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് ബാക്കിയുള്ള മത്സരങ്ങളിൽ നിന്ന് 7 എണ്ണം ജയിക്കുക എന്ന് പറയുന്നത് വളരെ ടഫാണ്. അപ്പം അടുപ്പിച്ചുള്ള തോൽവികൾ സി എസ് കെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വലിയൊരു ട്രബിളിലോട്ടായിരിക്കും സി എസ് കെ ചെന്ന് ചാടുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ സംബന്ധിച്ച് ഇത്തവണ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു. സഞ്ജു സാംസണ് അധികം ശോഭിക്കാൻ ഈ മത്സരത്തിലും കഴിഞ്ഞില്ല. എങ്കിൽ പോലും ആയുഷ് മാത്രയുടെയും ഈ പറയുന്ന ശിവൻ ദുബൈ, അതുപോലെ തന്നെ 12 ബോളിൽ 32 റൺസ് എടുത്ത സർഫാസ് ഖാന്റെയും ഈ പറയുന്ന പോലെ പിൻബലത്തിൽ 209 എന്നുള്ളൊരു അത്യാവശ്യം നല്ലൊരു സ്കോർ തന്നെ സി എസ് കെ നേടിയിരുന്നു. പക്ഷെ നമുക്ക് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പ്രത്യേകിച്ച് നമ്മൾ അവരെ കുറ്റപ്പെടുത്താനൊന്നുമില്ല. കാരണം അവർ കഴിവിന്റെ മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രത്തോളം അത്രത്തോളം മികച്ചൊരു ബോളർ അവർക്കില്ല. അപ്പൊ അതിന്റെ എല്ലാവിധ പോരായ്മകളും അവരുടെ ടീമിലുണ്ട്. അപ്പൊ ഇതിനകത്ത് ചെന്നൈക്ക് ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ബാറ്റിംഗ് കുറച്ചുകൂടെ ശക്തമാക്കുക എന്നുള്ളതാണ്. ബ്രേവിസോട് വരുമ്പോഴത്തേനും അത് കുറച്ചുകൂടെ ശക്തമാകും നമുക്ക് പ്രതീക്ഷിക്കാം. സഞ്ജു സാംസൺ ഫോമിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് അവർക്ക് അനുകൂലമായിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ബോളർമാർ മാക്സിമം അവരുടെ കരുത്ത് വെച്ചിട്ട് കുറച്ചുകൂടെ പ്ലാനിങ്ങും സ്ട്രാറ്റജിയും ഒക്കെ വെച്ചിട്ട് ഈ പറയുന്ന പോലെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ബോളർമാർ പന്തെറിയട്ടെ. അങ്ങനെ വരുമ്പോഴത്തേനും അത്യാവശ്യം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അപ്പൊ എന്തായാലും ബോളർമാരെ സേഫ് ആക്കാനായിട്ടുള്ള ഒരു സ്കോർ ബാറ്റർമാരുടെ സൈഡിൽ നിന്ന് അവർ കുറച്ചുകൂടെ ഈ പറയുന്ന പോലെ കയറി വന്നെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ബാറ്റർമാർ ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം സി എസ് കെയുടെ നില അതീവ ഗുരുതരമാകും. പഞ്ചാബിനെ സംബന്ധിച്ചും മികച്ച രീതിയിലാണ് അവർ ചേസിനെ ഈ പറഞ്ഞ സമീപിച്ചിട്ടുള്ളത്. തുടക്കം തന്നെ നല്ല മികച്ചൊരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പാണ് പ്രിയാൻഷ ആര്യയും പ്രഭ്സിമ്രാൻ സിംഗോട് ചേർന്നിട്ട് നൽകിയിട്ടുള്ളത്. പ്രിയാൻഷ ആര്യ 39 റൺസ് 11 ബോളിൽ. ആ ഒരു തുടക്കം തന്നെയാണ് അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഈ പറയുന്ന വലിയൊരു എന്താ പറയുന്നത്, ഒരു തലവേദനയിലോട്ട് പോകാണ്ട് വളരെ കൂളായിട്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കഴിഞ്ഞത് ആ ഒരൊറ്റ ഇന്നിങ്സിന്റെ പിൻബലത്തിൽ തന്നെയാണ്. പ്രഭ്സിമ്രാൻ സിംഗ് ഈ പറയുന്ന പോലെ ഒരു നല്ലൊരു സ്ട്രൈക്ക് റേറ്റ് കീപ്പ് ചെയ്ത് കളിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും 43 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂപ്പർ കൊണോലി ഈ പറയുന്ന പോലെ 36 റൺസ്. ഇവിടെയും മെച്ചപ്പെട്ടൊരു അല്ലെങ്കിൽ ഭേദപ്പെട്ടൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ശ്രേയസ് അയ്യറിന്റെ ഇന്നിങ്സ് ആണ് ശരിക്കും എടുത്തു പറയേണ്ടത്. ഭയങ്കര നിർണായകമായിട്ടുള്ള ഒരു ഇന്നിങ്സ് തന്നെയാണ്. അദ്ദേഹം ബാറ്റ് ചെയ്യുമ്പോൾ ആ ഒരു അഴകുണ്ട്. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ റൺസ് വളരെ അനായാസം കയറി വരുന്നു. ഈ പറയുന്നത് വളരെ അനായാസം ആ ഒരു ചേസിനെ ആ ഒരു ഘട്ടത്തിൽ ശ്രേയസ് അയ്യർ ക്യാരി ചെയ്യുന്നു. അത് എന്നാ വലിയ ഹറിബറിയായിട്ടുള്ള ഒരു അടി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. പക്ഷെ വളരെ മികച്ച കുറച്ച് ഷോട്ടുകൾ, സിംഗിൾസുകൾ, ഡബിൾസ്, 3 ഒക്കെ ഓടുന്നു. അങ്ങനെ വളരെ മികച്ച രീതിയിലാണ് ശ്രേയസ് അയ്യർ ബാറ്റ് ചെയ്യുന്നത്. അത് കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു അഴകാണ്, വല്ലാത്തൊരു ചന്തം തന്നെയാണ് തന്നെ. അപ്പം ശ്രേയസ് അയ്യർ അങ്ങനെ 50 നേടിയിട്ടുണ്ട്. ഏകദേശം ശ്രേയസ് അയ്യർ ഔട്ട് ആകുമ്പോഴത്തേനും കാര്യങ്ങൾ പഞ്ചാബിന്റെ കയ്യിൽ ഭദ്രമാക്കിയിട്ടാണ് അദ്ദേഹം പുറത്തായത്. 17ാമത്തെ ഓവറിൽ കംപ്ലീറ്റ് ആയ സമയത്താണ് ശ്രേയസ് അയ്യർ പുറത്താകുന്നത്. പിന്നീടുള്ള 3 ഓവറിൽ 24 റൺസ് മതിയായിരുന്നു. സ്റ്റോയിനിസും ശശാങ്കും ഒക്കെ വന്നിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ പിന്നീട് കൈകാര്യം ചെയ്തു. നേഹൽ ബദേര ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് എന്തോ ഒരു ടച്ചിന്റെ ഒരു ചെറിയൊരു അഭാവമുണ്ട്. അതുകൂടെ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ പഞ്ചാബ് ഇതിലും കൂടുതൽ ശക്തമാകും. അപ്പൊ ഇവിടെ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ലല്ലോ, നമുക്ക് സി എസ് കെയുടെ ബോളിംഗ് ഒന്നും പറയാനില്ല. നമുക്ക് കുറച്ചുകൂടെ പ്രതീക്ഷ ഉള്ളത് മാറ്റ് ഹെൻറിയാണ്. പക്ഷെ അദ്ദേഹം പോലും ഈ പറഞ്ഞ 4 ഓവറിൽ 54 റൺസ് ആണ് നേടിയിട്ടുള്ളത്. 2 വിക്കറ്റ് നേടിയെങ്കിലും റൺസ് വിട്ടുകൊടുക്കുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അവരെ സംബന്ധിച്ച്. നൂർ അഹമ്മദിലൊക്കെ പ്രതീക്ഷയുണ്ട്. പക്ഷെ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് അദ്ദേഹത്തിന് ഉയരാൻ കഴിയുന്നില്ല. 4 ഓവറിൽ 38 റൺസ്, വിക്കറ്റ് ഒന്നും നേടിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയ പ്രശ്നങ്ങൾ സി എസ് കെയുടെ ബോളിംഗ് സൈഡിലുണ്ട്. അപ്പൊ അതെങ്ങനെയും
പരിഹരിക്കുക എന്നുള്ളതാണ്. ആരെ അങ്ങനെ മാറ്റിയും പരീക്ഷിക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ കുറച്ചുകൂടെ സ്ട്രാറ്റജി പ്ലാനിങ് ഒക്കെ വെച്ചിട്ട് CSK ബോൾ എറിയട്ടെ എന്നാണ് പറയാനുള്ളത്. അടുത്ത മത്സരത്തിൽ ജയിച്ചു കയറട്ടെ എന്ന് ആശംസിക്കുന്നു. പഞ്ചാബ് എന്തായാലും മികച്ച രീതിയിലാണ് ഈ സീസൺ തുടങ്ങിയിട്ടുള്ളത്. ആദ്യത്തെ 2 മത്സരത്തിലും വിജയിച്ചാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള മത്സരങ്ങളിൽ മറ്റുള്ള ടീമുകൾക്ക് ഒരു തലവേദന സൃഷ്ടിക്കാൻ പഞ്ചാബിനെ കൊണ്ട് കഴിയും. എന്തായാലും നമുക്ക് അടുത്തൊരു മത്സരത്തിന് ശേഷം വീണ്ടും കാണാം.